ABCD is a trapezium in which AB parallel to DC, BD is diagonal, and E is the midpoint of AD. So, a line is drawn through E parallel to AB intersecting BC at F. Show that F is a midpoint. So, here ABCD be a trapezium, AB parallel to CD, and E be the midpoint, and a line drawn through E, that is EF, parallel to AB. So normally AB parallel to CD and EF parallel to AB, yeah, one side is equal, so that implies EF parallel to CD, and we have one midpoint. So midpoint theorem അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, വൺ ട്രയാങ്കിൾ സെലക്ട് ചെയ്യും. ഇൻ ട്രയാങ്കിൾ DAB, E be the midpoint. ഓൺലി വൺ മിഡ് ഉള്ളൂ. വൺ മിഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു പാരലലും കൂടി വേണം. ഏതാണ്? അപ്പോൾ ഇത് നമുക്ക് G എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം EG ആ ട്രയാങ്കിളിൻ്റെ ഇൻസൈഡ്, DABയുടെ ഇൻസൈഡ് EG ആണ്. EG പാരലൽ ടു AB. ദെൻ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിൻറ്റ് തിയറം എന്താ പറയുന്നത്? G be the midpoint. ഓക്കെ, നെക്സ്റ്റ് G മിഡ് പോയിൻ്റ് ആയിട്ട് അനദർ ട്രയാങ്കിൾ ഉണ്ട്, ദാറ്റ് ഈസ് DBC. ഓക്കെ, so in triangle DBC, G be the midpoint. വൺ മിഡ് പോയിൻ്റ് ഉള്ളൂ ആ ട്രയാങ്കിളിൽ. സോ നമുക്കൊരു പാരലലും കൂടി വേണം. ടു മിഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ബട്ട് വൺ മിഡ് പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ പാരലൽ ആരാണ്? GF എന്ന് വെച്ചാൽ EF പാരലൽ ടു CD ആണ്. അതുകൊണ്ട് അതിൻ്റെ പാർട്സായ GF പാരലൽ ടു CD. ദാറ്റ് ഇംപ്ലൈസ് ആ ട്രയാങ്കിളിൽ തന്നെ അടുത്ത എൻഡിൽ Fൽ. അപ്പോൾ F be the മിഡ് പോയിൻ്റ് ഓഫ് CD. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.